Guys, guys, let's go. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ ഇനി പറയാൻ പോണ ക്യാരക്ടർ സാങ്കല്പികം മാത്രമാണ്. കൊച്ചിലെ നാട് കൂടെ ഉണ്ടായിരുന്ന 2-3 ഹലോ ബ്രോ പറഞ്ഞോ. ഞാനിപ്പോഴും ലൈവിലാണല്ലോ മച്ചാനെ. എന്താ ബ്രോ കേട്ടില്ല? മണോളെ കേട്ടില്ല. ഞാൻ വിളിക്കുമ്പോ കാറിൽ ഇരുന്നിട്ടാണ് വിളിച്ചത്. ഇവര് ഓൾറെഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരിപ്പോ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ബ്രോന്റെ അടുത്ത് വന്നിട്ട് മച്ചാനെ ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ? എന്താ ഇവര് സംസാരിക്കാൻ വരുവാണെന്ന്? അല്ല മച്ചാ, ഇവര് സംസാരിക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ ബ്രോയുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്തവരല്ലേ? അമ്മമാരനോട് പറഞ്ഞത് അമ്മമാരുടെ കയ്യിൽ പൈസ പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ വരാൻ. അവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നതെന്നാ പറഞ്ഞേ. അപ്പൊ ബ്രോ അമ്മമാരുടെ ഫോണിൽ 30 വട്ടം വിളിച്ച കോളിൽ അവൻ എന്നെ കാണിച്ചായിരുന്നു. ബ്രോ പോണ്ട. അല്ല അപ്പൊ ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ഞാനോ അല്ല മനസ്സിൽ നിങ്ങള് പോവാച്ചെങ്കി പോയിട്ട് എന്ത് ചെയ്ത് എന്താ വെച്ചെങ്കിൽ പറഞ്ഞോ. അപ്പൊ എന്ത് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് മച്ചാനെ ഞാനൊരു കാര്യം സിമ്പിളായിട്ട് പറഞ്ഞോട്ടെ. ഞാൻ കുറെ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ. എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ. എന്ത് മിസ്റ്റേക്ക്? ഞാൻ പറഞ്ഞ കണ്ടന്റ് എന്താ അറിയോ? പറഞ്ഞത് നിങ്ങളവിടെ പോയിട്ട് സോൾവ് ചെയ്യാൻ ഓക്കെ അതവിടെ സോൾവ് ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. മണവാളം ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ബ്രോയുടെ ഡിസ്കോഡില് 3 വീഡിയോ ഉള്ളു. ഒന്ന് PSG-ലെ ആ വീഡിയോ, ഒന്ന് എന്റെ വീഡിയോ. അതിന്റെ താഴെ ചന്തി കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലായോ? ഈ 3 സാധനം ഉള്ള അതിനകത്ത്. പകരം ഡിസ്കോഡ് ട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോഡ് അവരൊക്കെ ഡിസ്കോഡ് എടുത്ത് നോക്കി അതിനകത്ത് ആൾക്കാരിടുന്ന കാണാം. ഇത് 3 നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മച്ചാനെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും ബ്രോ. പ്ലീസ്. ബ്രോ ലൈവില് പറഞ്ഞത് ഞാൻ അവരെ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്തു. ഒബ്വിയസ്ലി, പിന്നെ അല്ലാതെ. മച്ചാൻ എന്താ വിളിച്ചപ്പോ എന്നെ പറഞ്ഞത്? മച്ചാന്റെ അടുത്ത് എന്താ പറഞ്ഞേ? മച്ചാൻ പറഞ്ഞില്ലേ അവരെ ക്ലിയർ ആക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവര് ചെയ്തത് തെറ്റാണ്, അത് നമ്മൾ ക്ലിയർ ആക്കാന്ന്. ഞാൻ വിളിക്കണ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. ഇൻഫാക്ട് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഇവര് പറയുന്നത് ഇതിന്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് തിരിച്ചിട്ട് വിളിക്കണം. അന്നാ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രോയോട്? അവരെന്നോട് പറഞ്ഞിട്ട് പോയല്ലോ. ഇവര് ആ വീഡിയോ, അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിൽക്കുവാണ്. അന്നേരം മണവാളിന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞുതരാം. ആ സാധനം എന്താ അറിയോ? ഞാൻ പറഞ്ഞു ലൈവിൽ ഇരുന്നിട്ട് വിളിക്കാൻ അവന്റെ ചാനൽ ഇട്ടോളാ പറഞ്ഞു. അയ്യോ, അന്നേരം എന്താ ബ്രോ പറയാന്? നമ്മളിത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്. ഉച്ചക്ക് സോൾവ് ആക്കിയതാ പറഞ്ഞു. പക്ഷെ എന്റെ തന്തക്ക് വിളി കേട്ടിട്ട് പിന്നെ എന്ത് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ പറഞ്ഞു. ശരി, അതിന് ഞാൻ അതിന് മുട്ടിക്കില്ല. ബ്രോ അവരിപ്പോഴും പറയണത് നമ്മൾ സോൾവ് ആക്കിയ കാര്യം അവരോട് ബ്രോ പറഞ്ഞിട്ടില്ല. ഞാൻ സോൾവ് ആക്കിയ കാര്യമാണ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പൊ ഇത് കേട്ടിട്ടില്ല. നിങ്ങള് പറഞ്ഞ റിയാക്ഷൻ ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറയുന്നത്. ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറഞ്ഞു. മച്ചാനെ എനിക്ക് ഇതില് ജീവിതം കളയാൻ വയ്യ മച്ചാനെ, സീരിയസ് ആയിട്ട് പ്ലീസ്. അല്ല എനിക്ക് ഇതില് ജീവിക്കേണ്ട ആവശ്യം ഇല്ല മച്ചാനെ. എനിക്ക് ഇതിന്റെ ജീവിതം യൂസ് ചെയ്ത് ബ്രോയുടെ കൂട്ടുകാരോട് സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു. മണവാള വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ശരി കട്ട് ചെയ്. ഓരോ വേണ്ട ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ പുറത്ത് എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യമില്ല.
ഇവരുടെ എം സ്കോഡോ മറ്റേ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണേ ചെയ്തോട്ടെ. എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല. ഞാൻ ഈ സമയത്ത്